ഇന്നും കനകക്കുന്നിലാണ്. ചോറ്റുപാത്രമാണ്. ഇന്ന് നമ്മൾ ചോറ് പൊതി തന്നെ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് എത്തിയപ്പോൾ താമസിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് പൊതി ആക്കി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർ പറക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്, ഓരോരുത്തർ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ചോറ്, മീൻകറി, പിന്നെന്താ, ചോറ്, മീൻകറി, തോരൻ, അച്ചാർ, ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത്രയൊക്കെ രാവിലെ ചെയ്തെടുക്കുന്നത് കൊണ്ട് അത്രയാണ്. പിന്നെ നിശാഗന്ധിയിൽ ഇന്ന് അഞ്ജു ജോസഫിൻ്റെ പ്രോഗ്രാമാണ്. എല്ലാവരും വരണം. 7:30 മുതലാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന അഞ്ജു ജോസഫിനെ അറിയാമല്ലോ. അപ്പോൾ അഞ്ജു ജോസഫിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ ആൾക്കാരെല്ലാം വരുന്നത്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ നമ്മളിവിടെ കനകക്കുന്നിലുണ്ട്. എനിക്കിങ്ങനെ വാരി തരാൻ കേട്ടോ. എനിക്കിനി ചുമ്മാ വാരി കഴിക്കാനൊന്നും വയ്യ. കയ്യിലൊക്കെ പറ്റും, പിന്നെ കഴുകണം, അതൊക്കെ പാടും. അപ്പോൾ വാരി തരണം. അപ്പോൾ അമ്മച്ചിയുടെ ചോറ്റുപാത്രം അമ്മച്ചിയും കൂടെ വന്നു. ചോറ്റ് പൊതിയാണ്, ഇലപ്പൊതി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ ചെറുത്. ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ നൈമിത്രയുടെ സ്റ്റാളുണ്ട്. നല്ലൊരു ഇടമാണ്. വൈകുന്നേരം ആകുമ്പോൾ തിരക്ക് വരുന്നുണ്ട് ആൾക്കാർ. ഇന്നലെയും ഉണ്ടായിരുന്നു അവിടെ ഫോളോവേഴ്സൊക്കെ. അപ്പോൾ ഇന്നും ആരെങ്കിലും ഒക്കെ വരുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം കയറി വരണം. എല്ലാം ഉണ്ട്. സിഗ്നേച്ചർ ഐറ്റമായ ഇടിയിറച്ചി, അങ്ങനെ എല്ലാം ഉണ്ട്. സ്റ്റാളും കൂടെ ഞാനിതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ എല്ലാവരും നിശാഗന്ധി കനകക്കുന്നിലേക്ക് വരണം. കുന്നിൻ്റെ മൈതാനത്ത് ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നിടത്ത് 2 പേര് എന്ന് വെച്ചാൽ ഡിസബിലിറ്റി ഉള്ള 2 പേരുടെ സ്റ്റാള് ഫ്രണ്ടിലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റും മറ്റുമൊക്കെ ആയിട്ട് അവർ തന്നതാണ്. നല്ല എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ചോറ് പൊതി എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും വാരി ഇങ്ങനെ തരുമ്പോൾ നമ്മൾ അറിയില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ചോറ് കഴിക്കില്ല. അതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും നിശാഗന്ധിയിലോട്ട് കനകക്കുന്നിലോട്ട് വരൂ, നമുക്ക് കാണാം.